ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഒരു ചെറിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അത് നിങ്ങൾക്ക് എന്നാലും യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാനായിട്ട് കിട്ടും. പിന്നെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം. നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. എന്തായാലും പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ നോക്കാം. പറ്റാവുന്ന അത്രയും വീഡിയോസ് ഒരു ദിവസം ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇത് പ്രീവിയസ് ഇയർ ട്രേഡ്സ്മാനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഷേപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണോ, അറ്റോമിക് സ്ട്രക്ചർ ആണോ, ഷേപ്പ് ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ ആണോ, ലെങ്ത് ഓഫ് സെമി കണ്ടക്ടർ ആണോ. അത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ അറ്റോമിക് നേച്ചർ ഓഫ് സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറിൻ്റെ അറ്റോമിക് നേച്ചറിനെ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ചോദ്യം, ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ ഈസ്. ഒരു ടെമ്പറേച്ചർ കൂടിയിട്ട് അവസാനം നമ്മുടെ ട്രാൻസിസ്റ്ററിന് തന്നെ ഡിസ്ട്രോയ് ആവാൻ കാരണമായെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും റീസൺ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് എന്താണെന്ന്. അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആണോ, സെനർ ബ്രേക്ക് ഡൗൺ ആണോ, തെർമൽ റണ്ണവേ ആണോ, ടണലിംഗ് ആണോ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലേ. ടെമ്പറേച്ചർ കാരണമെന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അത് തെർമൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവലാൻഷ എന്ന് പറയുമ്പോൾ അത് കൊളീഷൻ കാരണമാണ് അല്ലേ. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഹൈ ഫീൽഡ് അയനൈസേഷൻ കാരണമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതെന്ത് തന്നെ ആയിരിക്കും, തെർമൽ റണ്ണവേ ആയിരിക്കും അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ സെമി കണ്ടക്ടർ ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഹാസ്. ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവണം, ഒന്നിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല, മെജോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നാണോ, ഫ്രീ ചാർജസ് ഉണ്ടാവാൻ പാടില്ല എന്നാണോ, അതോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ എമൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണോ. ഇതെല്ലാം എന്ത് കാരണം കൊണ്ടാണ് ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നുണ്ട് പറയുന്നതിന് റീസൺ. സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. രണ്ടും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ചോദിക്കണം. യൂസസ് എ ഹൈ കോൺസെൻട്രേഷൻ എമിറ്റർ ജംഗ്ഷൻ എന്നാണോ, യൂസസ് എ ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ എന്നാണോ, ഹാസ് എ വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നാണോ, അതോ ഡിപ്പെൻസ് ഓൺ മൈനോറിറ്റി കാരിയർ ഫ്ലോ ആണോ. അല്ല എന്തായിരിക്കും ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ പെക്യൂലിയാരിറ്റി ആയിട്ട് വരുന്നുണ്ടാവാം. ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം എന്താണ് അല്ലേ, ഫെറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഹാസ് എ വെരി ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റൻസ് ഓഫ് എ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഒരു റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും. ഇൻക്രീസസ് ആസ് എ റിവേഴ്സ് ബയസ് ഡിക്രീസസ്. നമ്മുടെ റിവേഴ്സ് ബയസ് കുറയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നതാണോ, അതോ റിവേഴ്സ് ബയസ് കൂട്ടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നതാണോ, അതോ ഡിപ്പെൻസ് മെയിൻലി ഓൺ ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെ മാത്രമാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക കപ്പാസിറ്റൻസ്, അതോ മേക്സ് പി എൻ ജംഗ്ഷൻ മോർ എഫക്റ്റീവ് അറ്റ് ഹൈ ഫ്രീക്വൻസി, അങ്ങനെയാണോ എന്ന് ചോദിക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻക്രീസസ് ആസ് എ റിവേഴ്സ് ബയാസ്ഡ് ഡിക്രീസസ്. അപ്പോൾ ഒരു റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക. അടുത്ത ചോദ്യം, ദ കറണ്ട് ICEO സിഗ്നിഫൈസ്. ICEO പറഞ്ഞാൽ എന്താണ് അറിയാം, നമുക്ക് സാച്ചുറേഷൻ കറണ്ടാണ്. പക്ഷെ അതിനെ നമ്മളൊരു പേരായിട്ട് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ടു കളക്ടർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ എന്നാണോ, കളക്ടർ ടു എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ എന്നാണോ, എമിറ്റർ ടു ബേസ് കറണ്ട് എന്നാണോ, ബേസ് ടു കളക്ടർ കറണ്ട് എന്നാണോ, അല്ല ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ICEO പറയുമ്പോൾ എന്തായാലും കളക്ടറും എമിറ്ററും വരും. അവിടെ ബേസ് കാണാമല്ലോ, അപ്പോൾ ബേസ് അവിടെ ഓപ്പൺ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും അവിടെ വരും, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കളക്ടർ ടു എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ എന്നായിരിക്കും. ആ ഓർഡറിൽ തന്നെയല്ലേ ഇത് പോകുന്നത്, CEO. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്, അതെല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഓരോ കോൺഫിഗറേഷൻ എടുക്കുന്ന സമയത്തും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മാറിയും. ICBO അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറുന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന പേരും ഈ കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ എന്നുള്ളത് പേരും എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി മാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സോളാർ സെൽ. ഒരു സോളാർ സെല്ലിൽ എന്താ സംഭവിക്കുക, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ആണോ, ഹീറ്റ് ടു ഇലക്ട്രിക്കൽ ആണോ, ലൈറ്റ് ടു ഇലക്ട്രിക്കൽ ആണോ, കെമിക്കൽ ടു ഇലക്ട്രിക്കൽ ആണോ കൺവേർഷൻ വരുന്നതെന്ന് ചോദിക്കണം. സോളാർ പറഞ്ഞാൽ അവിടെ എന്താണ്, സോളാർ എന്ന് പറയുന്നത് നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സണ്ണിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നു, ആ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ടായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക അല്ലേ. അതിൽ നിന്ന് വരുന്ന എനർജിനെ നമ്മൾ കറണ്ടായിട്ട് യൂസ് ചെയ്താൽ ആ കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ലൈറ്റ് എനർജിനെ എന്തായിട്ട് മാറ്റണം, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ക്ലോസ് ടു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡിവൈസ് ഏതാണ്? വാക്യൂം ഡയോഡാണോ, FET ആണോ, ട്രാൻസിസ്റ്റർ ഇൻ കോമൺ ബേസ് മോഡാണോ, സെനർ ഡയോഡാണോ? ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെന്താണ്? സെനർ ഡയോഡാണ്. സെനർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടാൽ നമുക്കറിയാം അവിടെ വോൾട്ടേജോട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഐഡിയൽ വോൾട്ടേജ് സോഴ്സായിട്ട് അത് ആക്ട് ചെയ്യുന്നൊക്കെ പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്തത്, ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നതിൻ്റെ റിലേഷൻ എന്താണ്? ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട്? ഞാൻ ഓപ്ഷൻ ഓരോന്ന് പറയാൻ എല്ലാം കൂടെ പറയാൻ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. ആൽഫ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറുതായിരിക്കണം. അപ്പോൾ എന്തായിരിക്കും വരിക? 94 ഓപ്ഷൻ സി ആണ് വരിക. ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റയാണ്. ആൽഫ സിക്കൽ ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ഇതുപോലെ ഗാമൻ്റെ വാല്യൂ ബീറ്റ പ്ലസ് 1 ആണ്. ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണെന്നൊക്കെയുള്ള ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമ്മളുടെ ഡെയിലി ടോപ്പിക്സ് പറയുന്ന സമയത്ത് ഞാൻ അന്ന് ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. കാരണം അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ട്രേഡ്സ്മാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്നെഴുതി എപ്പോഴും ചോദിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലം ആക്കി നമുക്ക് തരുന്നുണ്ടാവാം. ഇപ്പോൾ കോമ്പറ്റീഷൻ ടഫർ ആയതുകൊണ്ട് തന്നെ അവർ ക്വസ്റ്റ്യൻ പാറ്റേണിൽ അതിനനുസരിച്ചുള്ള ഡിഫറൻസുകൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും പഠിക്കുക, ഒരു രീതിയിൽ മാത്രം പഠിച്ചിട്ട് നിൽക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ റെസ്പോൺസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്കും കമൻറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.